ആൽബിൻ എന്ന് വിളിക്കപ്പെടുന്ന പൗലോസും ഇപ്പോൾ മദ്ബഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്താൽ സമർപ്പിക്കപ്പെടുകയാണ്. നമുക്കറിയാം, വിശുദ്ധ മദ്ബഹ എന്ന് പറയുന്നത് സ്വർഗത്തെ പ്രതിനിധീകരിക്കുന്നതും ശുശ്രൂഷക്കാരുടെ വെള്ളക്കുപ്പായ മാലാഖമാരുടെയും പൗരോഹിത്യം ക്രിസ്തുവിൻ്റെയും സ്ഥാനത്താണ്. നമ്മളെല്ലാവരും ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ചെയ്യുന്നതിൽ നിന്ന് അല്പം കൂടി മുതിർന്നതായിട്ടുള്ള ശുശ്രൂഷയാണ് ശുശ്രൂഷക്കാർക്ക് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ഈ കുഞ്ഞുങ്ങൾ അതിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന അതിലുണ്ടായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ശുശ്രൂഷക്കാർ ദൈവാലയത്തിലേക്ക് കടക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾ ചൊല്ലി, കുരിശു വരച്ച്, വേദപുസ്തകം മുത്തി, അവരവരുടെ കുർബാനക്രമം എടുത്ത് വളരെ വിശുദ്ധിയോടും ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ നിന്ന് ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തപ്പെടുന്നു. ജനനീ മറിയാമിന്റെയും എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. തിരിച്ചു വരുന്നവരുടെ കുറവുകളില്ലായ്മ ചെയ്യുന്നതുമായ സമീപിച്ചിരിക്കുന്ന ഈ ദുരിത ആശ്രയത്തിന്റെ കരുണയാക്കും. എന്തുകൊണ്ടെന്നാൽ കർത്താവേ, നീ മാനവും നല്ലവനും പാപമില്ലാത്തവനും കരുണാസമ്പന്നനുമാകുന്നു. ഈ നിന്റെ ദാസൻ പരിശുദ്ധ മദ്ബഹ ശുശ്രൂഷകൾക്ക് വിളിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളും അടിയങ്ങളും ആയുസ്സോടെ ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കാരുണ്യവാനും ദയാലുമായ ദൈവമേ, നീ സകല ജഡത്തിലും ജീവൻ നൽകുന്നവനാകുന്നുവല്ലോ. സകലത്തിന്മേലും നിന്റെ കൃപയെ നീ വീക്ഷിച്ചിരിക്കുന്നു. നീ വാഴ്ത്തപ്പെട്ടവനും സകലത്തിന്റെയും വാഴ്ത്തുന്നവനുമാകുന്നു. തിരുമുൻപാകെ തലകുനിച്ചിരിക്കുന്നു ഇവരെ നീ അനുഗ്രഹിക്കണമേ. ഇവരുടെ പാപം നീ പരിഹരിച്ച് കാത്തുകൊള്ളണമേ. ഇവരിൽ നിന്റെ കരുണ വർഷിക്കണമേ. സൗഭാഗ്യകരമായ നിന്റെ ഭവനത്തിൽ ഇവരെ അർഹരാക്കണമേ. ഇവന്റെ ലംഘനങ്ങളെയും മനസ്സുകൂടാതെയുള്ള സകല തെറ്റുകളെയും ആഴ്ച കളയണമേ. വിശുദ്ധിയോടുകൂടെ തന്നെ സമർപ്പിക്കുവാൻ ഇവർക്ക് ശക്തി കൊടുക്കണം. സുഹൃത ജീവിതത്തിലും സമ്പൂർണ്ണ സ്നേഹത്തിലും ഇവർ ഭൂഷിതരാകണമേ. നിന്റെ ദിവ്യന്മാരുടെ പരിജ്ഞാനത്തിനും സ്ത്രീയന്മാരുടെ വിശുദ്ധിക്കും സഹദേന്മാരുടെ ധൈര്യത്തിനെ ഇവരെ അർഹരാക്കണമേ. നിന്റെ പ്രകാശത്താൽ ഇവരെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൽപ്പനയെ ആചരിക്കുവാനുള്ള സന്മനസ്സെ ഇവർക്ക് കൊടുക്കണമേ. പാപകരമായ എല്ലാ ചിന്തകളെയും വിചാരങ്ങളെയും കീഴ്പ്പെടുത്തുവാൻ ഇവരെ സഹായിക്കണമേ. സാത്താന്റെയും ദുഷ്ടമനുഷ്യരുടെ കീഴിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. നിന്റെ ബലമുള്ള വലതുകൈ ഇവർക്ക് തുണയായിരിക്കണമേ. ഇവരുടെ എല്ലാ നടപടികളും സംസർഗത്തിലും ഉറക്കത്തെ ഉണർവിലും നിന്റെ പരിശുദ്ധനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സന്നദ്ധിയാകണം. തിരുമുൻപാകെയുള്ള സമർപ്പണത്തിന്റെ ജീവിതം ഇവർക്ക് കൃപയെ ശ്രദ്ധിക്കുവാനാകണം. നിന്റെ മഹത്വത്തിന്റെ ആയുധമായി തീരുകയും മദ്ബഹ ശുശ്രൂഷയ്ക്ക് യോഗ്യരായി തീരുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവുമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആകാശത്തെയും ഭൂമിയെയും അവരുടെ സകലത്തെയും സൃഷ്ടിച്ചു. പ്രത്യക്ഷണമോ അപ്രത്യക്ഷണമായ എല്ലാ ചരാചരങ്ങളെയും നിന്റേതായി നിർമ്മിച്ചു. സ്വർഗത്തിൽ അനവരതം നിന്നെ സേവിക്കുന്ന ആത്മീയ ശുശ്രൂഷക്കാരെ നിനക്കായി നിയോഗിച്ചു. ഭൂമിയുടെ ശുശ്രൂഷ ചെയ്യുവാൻ മണ്ണേറെ ശുശ്രൂഷകരെ നീ തെരഞ്ഞെടുത്തു. സ്വർഗീയരുടെ ശുശ്രൂഷിക്കുന്ന പ്രകാരം ഭൗമികളുടെ ശുശ്രൂഷകൾ നീ സന്തോഷിക്കുന്നു. അവരുടെ സേവനത്തിന് തക്കവണ്ണം വിവിധ ക്രമത്തിൽ നിന്റെ മദ്ബഹ ശുശ്രൂഷകരായി നീ നിയോഗിച്ചു. ഇവർ സ്തോത്ര കീർത്തനങ്ങളാൽ നിത്യവും നിന്റെ പരിശുദ്ധനാമം ആദരിക്കുന്നു. അവരുടെ ശുശ്രൂഷകളും കീർത്തനങ്ങളും നീ ആനന്ദിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, വിനയത്തോടെ
തിരുസനത്തിൽ നിൽക്കുന്ന ഈ നിന്റെ ദാസരെ കടാക്ഷിക്കണമേ. ഇവൻ നിന്റെ സ്തുതിഗായകന്മാരുടെ ഗണത്തിൽ ചേരുവാൻ വാഞ്ചിച്ച് അനുവാദത്തിന്റെ കൈവെപ്പ് പ്രാപിപ്പാൻ ഇവിടെ സന്നിധരായിരിക്കുന്നു. ഇവന്റെ കടങ്ങളെ പരിഹരിച്ച് പാപങ്ങളെ മോചിക്കണമേ. ഇവനിൽ മനസ്സോടാതെ വിചാരത്താലോ സംഭാഷണത്താലോ പ്രവർത്തനങ്ങളാലോ വന്നുപോയിട്ടുള്ള എല്ലാ കരകളിലും ദോഷങ്ങളും ഇവനെ നിർമ്മലീകരിച്ച് ഒഴിവാക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ മാലിന്യങ്ങളും ഇവനെ ശുദ്ധീകരിക്കണമേ. വിവേകത്തോടെ നയിക്കുവാനും താല്പര്യത്തോടെ നിനക്ക് സ്തുതി പാടുവാനും സർവ്വയോഗ്യതയിലും നിന്റെ ശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുവാൻ ഇവന് ബോധപ്രകാശം നൽകണമേ. ഇവന്റെ ആത്മശരീരങ്ങളെ വെടിപ്പിലും വിശുദ്ധിയിലും കാത്തുകൊള്ളണമേ. നിന്റെ പള്ളിയിൽ ഇവൻ ദൈവാശ്രയത്തിലും വിനയത്തിലും പെരുമാറണമേ. സ്വർഗീയ മാലാഖമാർ എന്ന പ്രകാരം ഇവരിൽ നിന്റെ സ്തോത്രങ്ങൾ നീ പ്രസാദിപ്പിക്കണമേ. ആത്മശുദ്ധിയും ബോധനൈർമല്യവും പരിശുദ്ധ ജീവിതവും വിനീത നടപടിയും വിവേകജ്ഞാനവും ഇവന് നൽകണമേ. ഇവന്റെ ആയുസ് മുഴുവൻ നിനക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വാചനമായി തീരണമേ. ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാമിന്റെ മോർ യൗസേപിതാവിന്റെയും മോർ ഗീവർഗീസ് സഹദായുടെയും മോർ ഇഗ്നാത്യോസ് ഏലിയാസ്തീൻ ബാവായുടെയും മോർ ബസേലിയോസ് എൽദോ ബാവായുടെയും മോർ ഗ്രിഗോറിയോസ് ബാവായുടെയും ഞങ്ങളുടെ കാവൽപിതാവായ മോർ തോമാസ് ലീഹായുടെയും മോർ സ്തേഫാനോസ് സഹദായുടെയും 12 ശിഷ്യന്മാരുടെയും എല്ലാ പരിശുദ്ധന്മാരുടെ ശുദ്ധിമതിയുടെയും പ്രാർത്ഥനകൾ സാധിക്കണമേ. ഹോശോ വബകുലസ്വാൻ വൽമീൻ. ദൈവം തമ്പുരാനെ വിജ്ഞാനിനെ സൃഷ്ടാവേ, നിന്റെ കൃപയാൽ ആകാശത്തെയും ഭൂമിയുള്ള സകലത്തെയും നീ സൃഷ്ടിച്ചു. പ്രത്യക്ഷമോ അപ്രത്യക്ഷമായ എല്ലാ ചരാചരങ്ങളെയും നിന്റേതായി നിർമ്മിച്ചു. സ്വർഗത്തിൽ നീ അനവരതം നിന്നെ സേവിക്കുന്ന ആത്മീയ ശുശ്രൂഷക്കാരെ നിനക്കായി നിയോഗിച്ചു. നിന്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ മണ്ണയരായ ശുശ്രൂഷകരെ നീ തിരഞ്ഞെടുത്തു. സ്വർഗീയരുടെ ശുശ്രൂഷ എന്ന പ്രകാരം ഭൗമികരുടെ ശുശ്രൂഷ നീ സന്തോഷിക്കുന്നു. അവരുടെ സേവനത്തിന് തക്കവണ്ണം വിവിധ ക്രമത്തിൽ നിന്റെ മദ്ബഹാല ശുശ്രൂഷകരെയും നീ നിയോഗിച്ചു. ഇവർ സ്തോത്രകീർത്തനങ്ങളാൽ നിത്യവും നിന്റെ പരിശുദ്ധനാമം ആദരിക്കുന്നു. ഇവരുടെ ശുശ്രൂഷകളിലും കീർത്തനങ്ങളും നീ ആനന്ദിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, വിനയത്തോടെ തിരസനത്തിൽ നിൽക്കുന്ന ഈ നിന്റെ ദാസനെ കടാക്ഷിക്കണമേ. ഇവൻ നിന്റെ സ്തുതിഗായകന്മാരുടെ ഗണത്തിൽ ചേരുവാൻ വാഞ്ചിച്ച് അനുവാദത്തിന്റെ കൈവെപ്പ് പ്രാപിക്കുവാൻ ഇവിടെ സന്നിധനായിരിക്കുന്നു. ഇവന്റെ കടങ്ങളെ പരിഹരിച്ച് പാപങ്ങളെ മോചിക്കണമേ. ഇവനിൽ മനസ്സുകൂടാതെ വിചാരത്താലോ സംഭാഷണത്താലോ പ്രവർത്തനങ്ങളാലോ വന്നുപോയിട്ടുള്ള എല്ലാ കരകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ഇവനെ നിർമ്മലീകരിച്ച് വെടിപ്പാക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ മാലിന്യങ്ങളും ഇവനെ ശുദ്ധീകരിക്കണമേ. വിവേകത്തോടെ വായിക്കുന്നവനും താല്പര്യത്തോടെ നിനക്ക് സ്തുതി പാടുന്നതിനും സർവ്വയോഗ്യതയിൽ നിന്റെ ശുദ്ധസ്ഥലത്തെ ശുശ്രൂഷ ചെയ്യുന്നതിനും ഇവനെ ബോധപ്രകാശം നൽകണമേ. ഇവന്റെ ആത്മശരീരങ്ങളെ വെടിപ്പിലും വിശുദ്ധിയിലും കാത്തുകൊള്ളണമേ. നിന്റെ പള്ളിയിൽ ഇവൻ ദൈവാശ്രയത്തിലും വിനയത്തിലും പെരുമാറണമേ. സ്വർഗീയ മാലാഖമാർ എന്ന പ്രകാരം ഇവരിലും ഇവന്റെ സ്തോത്രങ്ങൾ നീ പ്രസാദിക്കണമേ. ആത്മശുദ്ധിയും ബോധനിർമ്മല്യവും പരിശുദ്ധ ദൈവവും പരിശുദ്ധ ജീവിതവും വിനീത നടപടിയും വിവേകജ്ഞാനവും ഇവന് നൽകണമേ. ഇവന്റെ ആയുസ് മുഴുവൻ നിനക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വാചനമായി തീരണമേ. ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാമിന്റെയും മോർ യൗസേപിതാവിന്റെയും മോർ ഗീവർഗീസ് സഹദായുടെയും മോർ ഇഗ്നാത്യോസ് ഏലിയാസ്തീൻ ബാവായുടെയും മോർ ബസേലിയോസ് എൽദോ ബാവായുടെയും മോർ ഗ്രിഗോറിയോസ് ബാവായുടെയും മോർ തോമാസ് ലീഹായുടെയും മോർ സ്തേഫാനോസ് സഹദായുടെയും 12 സ്ലീഹന്മാരുടെയും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയാൽ സാധിക്കണമേ. ഹോശോ വബകുലസ്വാൻ വൽമീൻ. ദൈവം തമ്പുരാനെ വിജ്ഞാനിക സൃഷ്ടാവേ, നിന്റെ കൃപയാൽ ആകാശത്തെയും ഭൂമിയുള്ള സകലത്തെയും സൃഷ്ടിച്ചു. പ്രത്യക്ഷമോ അപ്രത്യക്ഷമായ എല്ലാ ചരാചരങ്ങളെയും നിന്റേതായി നിർമ്മിച്ചു. സ്വർഗത്തിൽ അനവരതം നിന്നെ സേവിക്കുന്ന ആത്മീയ ശുശ്രൂഷകരെ നിനക്കായി നിയോഗിച്ചു. ഭൂമിയിൽ നിന്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ മൺമേലെ ശുശ്രൂഷക്കാരെ തിരഞ്ഞെടുത്തു. സ്വർഗീയരുടെ ശുശ്രൂഷയിൽ എന്ന പ്രകാരം ഭൗമികരുടെ ശുശ്രൂഷ നീ സന്തോഷിക്കുന്നവരുടെ സേവനത്തിന് തക്കവണ്ണം വിവിധ ക്രമത്തിൽ നിന്റെ മദ്ബഹാല ശുശ്രൂഷക്കാരെ നീ നിയോഗിച്ചു. ഇവർ സ്തോത്ര കീർത്തനങ്ങളാൽ നിത്യവും നിന്റെ പരിശുദ്ധ നാമം ആദരിക്കുന്നു. ഇവരുടെ ശുശ്രൂഷകളും കീർത്തനങ്ങളും നീ ആനന്ദിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, വിനയത്തോടെ തിരസനത്തിൽ നിൽക്കുന്ന നിന്റെ ദാസനെ കടാക്ഷിക്കണമേ. ഇവൻ നിന്റെ സ്തുതിഗായകന്മാരുടെ ഗണത്തിൽ ചേരുവാൻ വാഞ്ചിച്ച് അനുവാദത്തിന്റെ കൈവെപ്പ് പ്രാപിപ്പാൻ ഇവിടെ സന്നിധനായിരിക്കുന്നു. ഇവന്റെ കടങ്ങളെ പരിഹരിച്ച പാപങ്ങളെ മോചിക്കണമേ. ഇവനിൽ മനസ്സോടാതെ വിചാരത്താലോ സംഭാഷണത്താലോ പ്രവർത്തനങ്ങളാലോ വന്നുപോയിട്ടുള്ള എല്ലാ കാലങ്ങളിൽ നിന്നും ദോഷമൊന്നും ഇവനെ നിർമ്മലീകരിച്ച് വെടിപ്പാക്കണമേ. ആത്മീയവും ശാരീരികവും എല്ലാ മാലിന്യങ്ങളും ഇവനെ ശുദ്ധീകരിക്കണമേ. വിവേകത്തോടെ വായിക്കുന്നവനും താല്പര്യത്തോടെ നിനക്ക് സ്തുതി പാടുന്നതിനും സർവ്വയോഗ്യതയിലും നിന്റെ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിനും ഇവന് ബോധപ്രകാശം നൽകണമേ. ഇവന്റെ ആത്മശരീരങ്ങളെ വെടിപ്പിലും വിശുദ്ധിയിലും കാത്തുകൊള്ളണമേ. നിന്റെ പള്ളിയിൽ ഇവൻ ദൈവാശ്രയത്തിലും വിനയത്തിലും പെരുമാറണമേ. സ്വർഗീയ മാലാഖമാർ എന്ന പ്രകാരം ഇവന്റെ സ്തോത്ര ഗാനങ്ങൾ നീ പ്രസാദിപ്പിക്കണമേ. ആത്മശുദ്ധിയും ബോധനൈർമല്യവും പരിശുദ്ധ ജീവിതവും വിനീത നടപടിയും വിവേകജ്ഞാനവും ഇവന് നൽകണമേ. ഇവന്റെ ആയുസ് മുഴുവൻ നിനക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വാചനമായി തീരണമേ. ആയത് ദൈവമാതാവ് പരിശുദ്ധ കന്യകമറിയാമിന്റെയും മോർ ഗീവർഗീസ് സഹദായുടെയും മോർ യൗസേപിതാവിന്റെയും മോർ ഇഗ്നാത്യോസ് ഏലിയാസ്തീൻ ബാവായുടെയും മോർ ബസേലിയോസ് എൽദോ ബാവായുടെയും മോർ ഗ്രിഗോറിയോസ് ബാവായുടെയും
മോർ തോമാസ് ലീഹയുടെയും മോർ സ്തേഫാനോസ് സഹദായുടെയും 12 ശിഷ്യന്മാരുടെയും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകൾ സാധിക്കണമേ. ഹോശോ വബകൂലസ് ബാൻ ലവൽമീ. സജീവനായ ദൈവത്തിന്റെ മഹത്വത്തിനും ബഹുമാനത്തിനും പ്രാഭാവത്തിനും തന്റെ പരിശുദ്ധ പള്ളിയിലെ ശുശ്രൂഷയ്ക്കും പരിശുദ്ധ മദ്ബഹായിൽ സേവനം ചെയ്യുന്ന ഗണത്തിൽ ചേർക്കപ്പെടുന്നതിനുമായി യൂഹാനോൻ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ബാറക്കുമോർ ബശ്മോദാബോ ഓദാബറോ ബദറുഹായോ കാദീശലഹായി ദലവോലം മുൽബി. സജീവനായ ദൈവത്തിന്റെ മഹത്വത്തിനും ബഹുമാനത്തിനും പരാമത്തിനും തന്റെ പരിശുദ്ധ പള്ളിയിലെ ശുശ്രൂഷയ്ക്കും പരിശുദ്ധ മദ്ബഹായിൽ സേവനം ചെയ്യുന്നവരുടെ ഗണത്തിൽ ചേർക്കപ്പെടുന്നതിനുമായി ഐസക് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ വാഴ്ത്തീകരിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ബാറക്കും ബശ്മോദാബോ ഓദാബറോ ബദറുഹായോ കാദീശലഹായി ദലവോലം മുൽബി. സജീവനായ ദൈവത്തിന്റെ മഹത്വത്തിനും ബഹുമാനത്തിനും പ്രാഭവത്തിനും തന്റെ പരിശുദ്ധ പള്ളിയിലെ ശുശ്രൂഷയ്ക്കും പരിശുദ്ധ മദ്ബഹായിൽ സേവനം ചെയ്യുന്നവരുടെ ഗണത്തിൽ ചേർക്കപ്പെടുന്നതിനുമായി പൗലോസ് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ബാറക്കും ബശ്മോദാബോ ഓദാബറോ ബദറുഹായോ കാദീശലഹായി ദലവോലം മുൽബി.
തൻ വാതിലുകൾ
യാചിക്കുന്നോൻ പ്രാപിക്കും, അന്വേഷിപ്പോൻ കൈക്കൊള്ളും. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോർ കരുണണമേ. നല്ലോർമ്മ നിന്നെ Sir, please come. Which language? ഓക്കെ, ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ്, ഫാമിലിയുടെ പേരല്ല, ഇവിടെ മരിച്ചവരുടെ പേര്, ഇവിടെ ആരെങ്കിലും സീരിയസ് ആയും. സോ സെക്കൻഡ് ടൈം, ലാസ്റ്റ് ടൈം പറയാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ ശോഭ എന്ന ഇവിടുത്തെ മെമ്പർ. അന്നേരം സർ പേനാണ് Viva la
ജീവനും സഹിതം വന്ദിതനേ പരികീർത്തിതനേ കൃപ ചെയ്തിടണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി സ്തുതിക്കപ്പെടണേ. ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. കുരിയനായിസോ 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 ഭൂമിയിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ത്രീകന്മാരോൾ ജാതികളിൽ ഭൂതനസീമയം തോറും വല്ലേനൽ കൈക്കൊള്ളോ കാട്ടിടും സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ആവിവായി ബാറക്മോർ സ്ത്രീയും നമ്മുടെ മേൽ കരുണ ചെയ്യുകയും എന്നേക്കുണ്ടായിരിക്കട്ടെ. അവരിത് കേട്ട് അനുദപിച്ച്, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ശീമോനോടും ശേഷം സ്ലീഹന്മാരോടും ചോദിച്ചു. ശീമോൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പശ്ചാത്തപിച്ച് പാപമോചനത്തിനായി കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. അപ്പോൾ പരിശുദ്ധാത്മദാനം നിങ്ങൾ പ്രാപിക്കും. എന്തെന്നാൽ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും
ദൈവത്താൽ വിളിക്കപ്പെടുന്നവരായി അകലെയുള്ള ഏവർക്കും വേണ്ടി ഉള്ളതായിട്ടുള്ളതാകുന്നു. മറ്റു പല വചനങ്ങളാലും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വക്രതയുടെ ഈ തലമുറയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുവിൻ എന്ന് അവൻ അവരെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. അവരിൽ ചിലർ തയ്യാറായി അവന്റെ വചനം അംഗീകരിക്കുകയും വിശ്വസിച്ച് സ്നാനമേൽക്കുകയും ചെയ്തു. ആ ദിവസം 3000-ഓളം ആളുകൾ ചേർക്കപ്പെട്ടു. അവർ ശ്രീയന്മാരുടെ ഉപദേശത്തെ സദാ കേട്ടുകൊണ്ട് പ്രാർത്ഥനയിലും ദിവ്യ പൂജ അനുഷ്ഠാനത്തിലും ശ്രദ്ധയോടുകൂടി സംബന്ധിച്ചു കൊണ്ടിരുന്നു. എല്ലാവർക്കും ഭയമായി. സ്ത്രീയന്മാർ മൂലം യെരുശലേമിൽ ധാരാളം അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്നു. വിശ്വസിച്ചവരെല്ലാം ഒരുമിച്ച് കൂടുകയും അവരുടെ സർവ്വസമ്പാദ്യങ്ങളും പൊതുവകയാക്കുകയും ചെയ്തു. സമ്പാദ്യമുണ്ടായിരുന്നവർ അത് വിറ്റ് ഓരോരുത്തർക്കും ആവശ്യം പോലെ വീതിച്ചു കൊടുത്തു. നിത്യവും ഏക മനസ്സായി ദേവാലയത്തിൽ സ്ഥിതി ചെയ്യുകയും ഭവനത്തിൽ വെച്ച് ദിവ്യപൂജ അനുഷ്ഠിക്കുകയും ആനന്ദത്തോടും ഹൃദയ പരമാർത്ഥതയോടും കൂടി ആഹാരം കഴിക്കുകയും ചെയ്തു. സകല ജനങ്ങളുടെയും കരുണയ്ക്ക് പാത്രീഭൂതരായി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കർത്താവ് രക്ഷയ്ക്ക് യോഗ്യരായവരെ ദിനംപ്രതി സഭയിൽ ചേർക്കുകയും ചെയ്തു. നമ്മുടെ മേൽ കരുണ ചെയ്യും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവും അവൻ മുഖാന്തരമായ സ്വർഗീയമായ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും നന്മയെ അനുഗ്രഹിച്ചനുമായ ദൈവം വന്ദിനാവുന്നു. അവന്റെ മുന്നിൽ വിശുദ്ധന്മാരും നിരപരാധികളുമായി തീരേണ്ടതിന് ലോകാരംഭത്തിനു മുമ്പ് തന്നെ മിശിഹ മുഖാന്തരമായി അവൻ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുക്കുകയും സ്നേഹപൂർവ്വം അവന് വേണ്ടി രൂപീകരിക്കുകയും ചെയ്തു. അവന്റെ ഇഷ്ടത്തിനോ നല്ലവണ്ണം യേശുമിശിഹ മുഖാന്തരം നമ്മളെ പുത്രന്മാരാക്കി തീർത്തു. അത് വാത്സല്യപുത്രൻ മുഖാന്തരം നമ്മിൽ ചൊരിഞ്ഞ കൃപാമഹത്വം സ്തുതിക്കപ്പെടുവാൻ വേണ്ടിയാണ്. ആത്മീയമായ സകല ജ്ഞാനത്താലും സകല വിവേകത്താലും നമ്മളെ ധാരാളമായിട്ടുണ്ടായ അവന്റെ കൃപാസ്മൃതി അനുസരിച്ച് മിശിഹ മൂലം രക്ഷയും അവന്റെ രക്തമൂലം പാപമോചനവും നമുക്ക് ലഭിച്ചു. ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവവും മിശിഹ മൂലം രണ്ടാമത് പുതുക്കപ്പെട്ടമാറായ കാലപൂർണതയിലുള്ള വ്യാപാരത്തിനായിട്ട് അവ വഴിയായി പ്രവർത്തിക്കുവാൻ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന അശാമാർഗം നമ്മെ അറിയിച്ചു. നാം രൂപീകൃതവരായ പ്രകാശം അവനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു. മിശിഹായിൽ മുൻകൂട്ടി ശരണം പ്രാപിച്ചവരായ നാം അവന്റെ മൗത്വത്തിൽ പ്രാബല്യത്തിനുമാറ് അവന്റെ ഇഷ്ടത നിശ്ചയം അനുസരിച്ച് സർവം പ്രവർത്തിക്കുന്നവന് മനസ്സായി. നിങ്ങൾ സത്യവചനത്തെ രക്ഷാ സുവിശേഷത്താൽ മിശിഹായിൽ നിന്ന് കേൾക്കുകയും അവരെ വിശ്വസിക്കുകയും വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന പരിശുദ്ധാത്മാവാൽ മുദ്രപ്പെട്ടവരാകുകയും ചെയ്തു. ആ പരിശുദ്ധാത്മാവ് ജീവൻ പ്രാപിക്കുന്നവരുടെ രക്ഷയ്ക്കും അവന്റെ മാന്യതയുടെ മഹിമയ്ക്കും വേണ്ടിയുള്ള നമ്മുടെ അവകാശത്തിന്റെ ലക്ഷ്യമാകുന്നു. ബാധിക്കുമോ? കർത്തനെ സ്തുതിപ്പാടുവിൽ ഹല്ലേലൂയ. അറിയിപ്പിനെ. Slow
അവിടുത്തെ ആത്മാവിനും ദൈവമായ കർത്താവ് എന്നെ കൊള്ളുമാറാകട്ടെ. നമ്മുടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആ കാലത്തിൽ തെത്രായനായ ഹെരോദോസ് യേശുവിന്റെ കീർത്തി കേട്ട് തന്റെ ദാസരോട്, ഇവൻ യൂഹാനൻ മന്തോറയാകുന്നു, ഇവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് വെറുതെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ഇവൻ മൂലമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ ഹെരോദോസ് തന്റെ സഹോദരൻ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം യോഹന്നാനെ പിടിച്ചു ബന്ധിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൾ നിനക്ക് ഭാര്യയായിരുന്ന വിഹിതമല്ലെന്ന് യോഹന്നാൻ അവരോട് പറഞ്ഞിരുന്നു. അവൻ അവരെ കൊല്ലുവാൻ ആഗ്രഹിച്ചുവെങ്കിലും ജനങ്ങൾ അവനെ ദീർഘദർശിയെ പോലെ കൈക്കൊണ്ടിരുന്നത് കൊണ്ട് അവൻ അവരെ ഭയപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഹെറോദോസിന്റെ പിറന്നാൾ ദിവസം വന്നു. ഭക്ഷണത്തിന് ഇരുന്നവരുടെ മുൻപിൽ ഹെറോദിയയുടെ മകൾ നൃത്തം ചെയ്തു. ഹെറോദോസിന് സന്തോഷമായി ആയതുകൊണ്ട് അവൾ ചോദിക്കുന്നു, സകലവും അവൾക്ക് കൊടുക്കാമെന്ന് അവൻ അവളോട് പ്രതിജ്ഞ ചെയ്തു. എന്നാൽ അവൾ മാതാവിനെ ഉപദേശിക്കപ്പെട്ടിരുന്നതുകൊണ്ട് യൂഹാനൻ മബ്ദോനയുടെ തല ഒരു താലത്തിൽ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അത് രാജാവിന് സങ്കടമായി തീർന്നു. എന്നാൽ പ്രതിജ്ഞയെയും ഭക്ഷണത്തിൽ ഇരിക്കുന്നവരെ വിചാരിച്ച് അത് അവൾക്ക് കൊടുക്കുവാൻ കൽപ്പിച്ചു. അവൻ ആളയച്ച് കാരാഗ്രഹത്തിൽ വെച്ച് യോഹന്നാന്റെ ശിരസ് ഛേദിക്കുകയും അതൊരു താലത്തിൽ കൊണ്ടുവന്ന് ബാലികയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അവൾ അത് കൊണ്ടുപോയി തന്റെ മാതാവിന് കൊടുക്കുകയും ചെയ്തു. യോഹന്നാന്റെ ശിഷ്യന്മാർ ചെന്ന് അവന്റെ ഉടലെടുത്ത് അടക്കി അവർ വന്ന് യേശുവിനോട് അറിയിക്കുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. കരുണയും മനോഗുണവും യാചിക്കണം. കരുണമേ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും വീഴ്ചയും ഒരു നാളും മാഞ്ഞു പോകുന്നില്ല. നല്ലൊരവനിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരെ തീരുമാനമാകണമേ. തന്റെ ശരീരം മുറിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം നൽകി, തന്റെ രക്തം വാർന്ന് ഞങ്ങളെ കുടിപ്പിക്കുകയും തന്റെ സ്വർഗരാജ്യം ഞങ്ങൾക്ക് അവകാശപ്പെടുത്തി തരികയും ചെയ്ത ഉത്തമനായ കർത്താവിന്റെ ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്ത് സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധന യോഗ്യമാകുന്നു. കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദൈവവും സ്വർഗീയവുമായ ഈ വിശുദ്ധരഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട പട്ടക്കാരന്റെ കൈകളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. നൽകുന്നവരും വെടിപ്പാകുന്നവരും ഞങ്ങളുടെ അകൃതികളെ ക്ഷമിക്കുന്നവരുടെ സ്നേഹിക്കുകയോ അവർക്ക് ആദരിക്കുകയും ചെയ്യുന്നവരായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ മഹാപാപങ്ങളെയും
വിശ്വാസികളായ നിന്റെ സകലജനങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. ഉത്തമനെ ദൈവമോദി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെ ബോധമുള്ള നിന്റെ വിശ്വസങ്ങളുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ ഓർക്കണമേ. ദൈവമായ കർത്താവയുടെ ആത്മാക്കൾക്ക് ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാണ് പരിമഞ്ഞ് കളിക്കണമേ. രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവരുളയണമേ. ഞങ്ങളെ തുണയ്ക്ക് ആഴ്ന്നിടണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷണം കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷണം ദയാപൂർവ്വം ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങൾ കരുണാപൂർവ്വം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ീരന്മാർക്കും മാലാഖമാർക്കും രഹസ്യമായ പിതാവാൻ ദൈവമേ, ഇതിനു മുൻപാകെയും സ്നേഹപൂർവ്വം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടവനായ നിന്റെ പുത്രന്റെ മുമ്പാകെയും തന്റെ ആവശ്യം പോലെ ലോകത്തിന് പാപപരിഹാരം നൽകിയവനായ നിന്റെ വിശുദ്ധ റൂഹായുടെ മുമ്പാകെയും നിന്റെ ദൈവത്തെ ഉദ്ഘോഷിക്കപ്പെടുകയും വിശുദ്ധത്വം ആവശ്യിക്കപ്പെടുകയും ചെയ്യുന്നതായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെ കുറ്റങ്ങൾ വായിക്കപ്പെടുവാനും വിശ്വാസികളെ സകല മരിച്ചവരുടെ ആശ്വാസത്തിനുമല്ല ഓർമ്മയ്ക്ക് പര്യാപ്തമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ കർത്താവ് ഞങ്ങൾ സൃഷ്ടികളിൽ അവിടുത്തെ ആത്മാക്കൾ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു. തന്റെ പിതാവിന്റെ
വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും സൂക്ഷിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും വാക്ക് സംസാരിച്ചവനുമായ ജീവനും വിശ്വമുള്ള യഹോവയായും കാതോലികവും സ്ലൈകവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയ ഉറപ്പിനും വലിയ ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ, മോചിക്കും നാഴികയിതുതാ. ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാ സമയം. ഉന്നത പദവിയിടാം എന്നെ പോൽ പത്രകാരൻ അനുഭവിച്ചിടും നോക്കായി. അനുശിക്കുന്നീ കുർബാന. കർത്താവേ, സമയത്ത് സ്നേഹവും ഐക്യവും പരിപൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകിയണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബഗുലസ്വാൻ ലവൽമീൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമാതാവിന്റെ സ്നേഹം മൂലം പരിശോധിതമായ തന്റെ അടുത്തുള്ള നമ്മെ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ മേലും ഈ സമാധാനം കേൾക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമായ സമാധാനത്തിന് ശേഷം കണ്ണുകൾ താണ്ടുമ്പോൾ നാം തലവണിക്കണം. നമ്മുടെ കർത്താവാർത്ഥവും ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിങ്ങളുടെ വാകെ ഞങ്ങൾ തലകുടിക്കുന്നു. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായുടെ നിമിഷം നിറവേറ്റുവാൻ ഞങ്ങൾ ഇപ്പോഴും യോഗ്യരായി തീരുകയും ചെയ്യണം. ഹോശോ വബഗുലസ്വാൻ ലവൽമീൻ. ആമേൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന വലിയ വിചാരങ്ങളെ ഞങ്ങൾ ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശു വബഗുലസ്വാൻ ലവൽമീൻ. ആമേൻ. നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും അല്ലാതെ ഭക്തിയോടും കൂടി നിന്ന് ബഹുമാനപ്പെട്ട പട്ടക്കാരനെകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കര പരിശുദ്ധമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവരുടെ വലിയ പിതാവാൻ ദൈവത്തിന് നിരത്തിലും സമാധാനത്തിലും നയിക്കുന്നു. ഈ കുർബാന കരുണയും സമാധാനവും ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമ്മത സഹവാസവും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ കാവലോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ നൽകിയിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം.
ഞങ്ങളെ ദൈവമായ കർത്താവിൽ ഇരിക്കണം. ഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്ത് ഞങ്ങളെ മുൻപാകെ നിന്നുകൊണ്ട് ഇടപെടാതെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോട് ഒരുമിച്ച് നൃത്തസ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. വന്നോർ വരുമോനും ധന്യൻ ഉയരമതിൽ സ്തോത്രം രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് താനൊരുങ്ങിയപ്പോൾ അപ്പമെടുത്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ച് മുറിച്ച് അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ പരിശുദ്ധ ശരീരമെന്ന് അതിനെ താൻ നാമകരണം ചെയ്തു. തന്നെ വീഞ്ഞും വെള്ളവും ചേർത്തുണ്ടാക്കിയ കാസായും വാഴ്ത്തി വിശുദ്ധീകരിച്ച് അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ വിലയേറെ രക്തമായി അതിനെ താൻ പൂർത്തിയാക്കി. ഞാൻ വരുന്നതുവരെ എന്റെ സ്മരണ ഇപ്രകാരം നിങ്ങൾ ചെയ്യുമെന്ന് അരുളി ചെയ്തുകൊണ്ട് വിശുദ്ധ സ്ത്രീയന്മാർക്ക് അതിനെ താൻ പരമേൽപ്പിച്ചു. ആദാമോദോസേനോ നിന്റെ മനുഷ്യാവതാരത്തിലെ സർവരക്ഷാപ്രവർത്തനങ്ങളെ നിന്റെ സഭ ഓർത്തുക. ഓരോരുവരും അവനവന്റെ പ്രവർത്തികൾക്ക് അനുസരണമായ പ്രതിഫലം കൊടുക്കുന്ന ബ്രഹ്മചര്യകമായ നിന്റെ പുനരാഗമനത്തെ അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകി നിന്നോട് നിമുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോട് സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൃപ ചെയ്യങ്ങൾക്ക് സ്തോത്രം അങ്ങേക്ക് 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 പ്രാർത്ഥിച്ചു കർത്താവേ എല്ലാവരെ ജീവന്റെ പരിശുദ്ധ രൂപ ഇറങ്ങി ഒറ്റപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനമേൽ പൊരുത്തി ആവർത്തിച്ച് അതിനെ ചിത്രീകരിക്കുന്നതിന് ആഴികത്തിന് ഭയങ്കരവും ഈ സമയം എത്ര ബന്ധിക്കപ്പെട്ടതുമാവുന്നു. നടകത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ സമീപിക്കും ഉണ്ടായിരിക്കും.
Anin Morio, Huslas Ramelai. Kuriyenaison, ഞങ്ങളുടെ ദൈവമായ മശിഹായുടെ ശരീരമായി പൂർത്തീകരിക്കുമാറാകണമേ. ഞങ്ങളുടെ ദൈവമായ മശിഹായുടെ രക്തമായി വ്യത്യാസപ്പെടുത്തുമാറാകണമേ. ദുരിശ്വരങ്ങൾ അനുഭവിക്കുന്ന സകല കടങ്ങളുടെ പരിഹാരത്തിനായി തീരണമേ. തന്മൂലം നിത്യജീവാവകാശികളായി തീരണമേ. അവർ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധ റുഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബകുലസ്വാൻ ലവൽമേ. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുടെ ദൈവത്തിന്റെ സഭയെ മേയിച്ചുവരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നിലനിർത്തപ്പെട്ടു വരുന്ന നമ്മുടെ പാത്രികീസായ വേണ്ടിയും നമ്മുടെ പേർപ്പെട്ടകാരനാകും മോറസ്താത്യോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ അപേക്ഷ പ്രാർത്ഥിക്കണം. പരിശുദ്ധ ശാന്തി സമാധാനം ഉത്തമ പ്രസാദമായ ദീർഘായുസ് നൽകണമേ. സത്യവചന ശരിയായ പഠിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുലസ്വാൻ ലവൽമേ. ഫലവിധമായ കണ്ണപരിശീലപ്പെട്ട് നിന്നിൽ ആശ്രയിക്കുന്നവരെ രക്ഷിക്കു വേണ്ടിയും വേദത്തിന് അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാളുകളിൽ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാര ബലഹീനമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ ബസഭയുടെ മക്കളാകുന്ന വിശ്വാസികളെ എല്ലാവർക്കും അന്യോന്യക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവസരങ്ങളെ തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. എല്ലാവർക്കും സഹായങ്ങൾ നൽകണമേ. അവരെയും അവർക്ക് സഹായത്തിന് കൈനീട്ടുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബകുലസ്വാൻ ലവൽമേ. ബാധിക്കുമ്പോൾ 4 ഭാഗമുള്ള ദൈവത്തിന്റെ സഭകളും ധൈര്യകളും വിശ്വസ്തയ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളായ സത്യക്രിസ്ത്യാനികളായ സകല ഭരണകർത്താക്കളും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാർ വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും മുഴുവനും സുമുതലായിട്ട് തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കുന്നു. കരുണയില്ലാത്ത അധിപന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുലസ്വാൻ ലവൽമേ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവരോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീകന്മാരെയും യവൻകുലസ്ഥന്മാരെയും സഹോദരന്മാരെയും മോദായന്മാരെയും ഭാഗ്യവാൻ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മറിയുവാനാൻമാർദാനയെയും ശമശന്മാരിൽ പ്രധാനിയും ഹൃദയന്മാരിൽ മുമ്പനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തെഫാനോസിനെയും ക്ലീന്മാരായ ഉന്നതപ്പെട്ട മാർ പൗലോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മാർ തോമാസ് ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ
വിശ്വസ്തരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ ഭാഷയിൽ ഞങ്ങളെ സംരക്ഷിച്ച് അവരുടെ അടിയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അവരോട് ഒരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുലസ്വാൻ ലവൽമീൻ. കർത്താവേ, സ്വർഗ്ഗരാജ്യത്തിൽ പുണ്യത്തോടുകൂടി നീ പുണ്യമാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തതിനാൽ മനതയോടെ പുണ്യമാക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെടുകയും വേഗമുള്ള അതിന്റെ ആട്ടിൻകൂട്ടത്തെ ദൈവവചനത്തിന് എതിരുകളെ പ്രകാശിപ്പിച്ചവരും ശ്രേഷ്ഠമായതിനു മന്ദിരത്തോടത്തെ സുരക്ഷിതമാക്കപ്പെട്ടവരെ നിന്ന് സമൃദ്ധിയായി കോരിയ ആഹ്ലാദപൂർവ്വം വിളിപ്പിച്ചവരും നിന്റെ ഏകപുത്രന്റെ രക്തത്താൽ നീ സമാധിച്ച സഭയെ സമൃദ്ധമായ ഉത്സവത്തോട് നിലനിർത്തി ഉറപ്പിക്കുകയും ചെയ്തവരെ പരിശുദ്ധ സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരും പുണ്യവാന്മാരുമായി ഞങ്ങൾ പിതാക്കന്മാരും അവൈകമർക്കാരും പുണ്യവാന്മാരും സ്നേഹമായും സഹോദരായും പ്രധാനാചാര്യനായപ്പോവും ദൈവത്തെ ധരിച്ചവരും സുധീര രക്തസാക്ഷിയും ശ്ലൈഹിക സിംഹാസനത്തെ സ്വീകരിച്ചവരുമായ ഇഗ്നാത്യോസും ശ്ലൈഹികന്മാരുടെ കാലുകൾ കൃഷ്ണമാക്കുകയും അദൃശ്യങ്ങളും ദൈവങ്ങളുമായ രഹസ്യങ്ങളും മുൻകൂട്ടി അറിയിച്ചവരായ ക്ലേമിയസും ശ്ലൈഹികാവകാശം തീർന്ന ദേവനാസിയസും പരിജ്ഞാനത്തിന് തലവരം ബോധവാനുമായ ഏലിയോസും സ്വർഗീയ കാര്യങ്ങളെ ഉപയോഗങ്ങളെ ദർശിച്ച ദാനാസിയോസും സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന ഗൗരിയായ വിസേലിയോസും ദൈവിക കാര്യങ്ങളെ സംസാരിച്ചവരും വരുവാനുള്ള കാര്യങ്ങളെ ഞങ്ങൾക്ക് മുൻകൂട്ടി കാണിച്ചവരുമായ ഗ്രേഗോറിയോസും സ്വർണ്ണതാവകാരും സത്യകാര്യങ്ങളെ പ്രവചിച്ചവരുമായ ഏവാരിയോസും സത്യവാനും ഉന്നത ഗോപുരവും വചനമായ ദൈവത്തിന്റെ വർത്തീകരണത്തെ കാണിച്ചവരുമായ മഹത്വമുള്ളവരുമായ കോറേലോസും തൂൺമറവിന്റെ പ്രകാശവുമായ ദേവനാസിയോസും ഗ്രന്ഥങ്ങളെ പരിശോധിച്ച് കാണിച്ചവരുമായ ദൃശ്യങ്ങളും ദേവീയങ്ങളുമായ രഹസ്യങ്ങളെ ആചാര ശുശ്രൂഷ നടത്തിയവരായ തേമോത്യോസും ധാരാളം വിസ്മയങ്ങളെ മേച്ചിൽ സ്ഥലവും അറിയാം സംശയമന്യ ദൈവമാതാവുന്ന എല്ലാ സമയത്തുമായ നിങ്ങളുടെ പാത്രിയോസും ഉത്കൃഷ്ടനാമവും നലവാസികളുമായ ദേവദോസിയോസും സത്യനിർമ്മലനായ വാക്കോസും പുണ്യവാനായ യാഹോവയും പരിശുദ്ധനായ ധനഹായും ധൈര്യശാലിയായ മത്തായും സുന്ദരനായ ദാനിയേലും ശോഭയും വെളിപ്പുള്ളവരുമായ ഗബ്രിയേലും ശക്തിപരാക്രമനായ മർക്കോസും വലിയ പോരാട്ടക്കാരായ കുര്യാക്കോസും ശക്തിമാനായ മോറോസോയും സൗന്ദര്യധനികനായ മോർഹദ്ബോഷോഭായും സൗഭാഗ്യവാനായ മോർസോമായും നമ്മുടെ വിശുദ്ധപിതാക്കന്മാരായ മോറാൻ മോർഗ്നാത്യോസേലിയസ്ത്രതയും പാത്രിയാർക്കീസും മോർബസേലിയസ്രതമഫ്രിയാരായും മലങ്കരയിലും മോർ ഗ്രീഗോറിയോസും മോർ ഗ്രീഗോറിയോസ് അബ്രജലഭാവായും മോർസ്നാത്യോസ്രീഭാവായും മോർത്തലാസിയോസ് പൗലോസ് ഫെദ്രേവിനെയും മോർബസേലിയോസ് ശക്രമഫ്രിയാരായും മോർ കോറിയലോസ് യാക്കിഭാവായും മോർ കോറിയലോസ് പൗലോസ് മംഗലോത്രപോലെത്താവായും ഞങ്ങളുടെ പിതാക്കന്മാരെയും പീഠയിലും സ്തുതിച്ചുവാക്കപ്പെട്ട ചിന്തയിലും ബോർഡായവരോടുകൂടെയുമായവരെയും ഇവരോടൊപ്പം ഞങ്ങൾ ഓർക്കുന്നു. ഇവരുടെ പ്രാർത്ഥന മുഖാന്തരമായ ദൈവം നമ്മെ ഓർക്കുകയും അവരോട് സ്വർഗരാജ്യത്തിൽ ഓഹരിയും പങ്കുചേവനും അവകാശവും നമുക്ക് നൽകുവാനാകട്ടെ. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസം ഞങ്ങളെ കാത്തുകൊള്ളണം. ഞങ്ങൾ അതിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശ് വബകുലസ്വാൻ ലവൽമീൻ. ഉടനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസം മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നുയർന്നവരായി പരിശുദ്ധയിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സൽമരിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ രോഗികളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവരായ ദൈവമായ വിശ്വായോട് ധാരാളമായ നിന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാവത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും നരസ്വരാജ്യത്തിൽ ചേർത്തുള്ളവരുമായിട്ട് നാം അപേക്ഷ പ്രാർത്ഥിച്ചു 3 പ്രാവശ്യം കുരിയലായിസോൻ എന്ന് അഡ്രസ് പറയണം.
കുറിയേലായേസോൻ കുറിയേലായേസോൻ. കരുണയോടെ നിങ്ങളെ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണം. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങൾ അവരുടെ അവയവം നിക്ഷിപ്തമായിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. പുണ്യം കാരുണ്യം ഞങ്ങൾക്കും വാങ്ങി പോയോർക്കും അറിവോടും അല്ലാതെയും മനസ്സോടും വിമലാ മനസ്സോടെ ചെയ്തോര പാപം ക്ഷമിക്കണമേ. ഞങ്ങളുടെയും അവരുടെയും അപരാധങ്ങൾ ഓർക്കാതെ ഞങ്ങളെയും അവരെയും ക്രിസ്ത്യാന്ത്യത്തിന് അർഹനാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിൽ ബഹുമാനം വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ റൂഹായുടെ നാമങ്ങളും സകലത്തിലും എന്ന പോലെ ബഹുദ്ധീകരിക്കപ്പെടുകയും എഴുതപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശോ സ്ഥിതി ചെയ്തിടുന്നു എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. മോദത്തോടും ആഗതനായി സ്ഥിതി ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ പാർക്കുമോർ കുറിയേലൈസോൻ. വത്സരദേവാ മണവാളൻ മാമരിയായി നമ്മളോടൊപ്പം അതിരായോ കൈക്കൊണ്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ പാർക്കുമോർ കുറിയേലൈസോൻ. ും നിവസിക്കുന്നു വീക്ഷിപ്പിൻ. നമ്മുടെ നാഥൻ വാഴ്ത്തപ്പെടുന്നു. ഈ തീയെ തള്ളിയിടലേ. ഹല്ലേലൂയ ഹല്ലേലൂയ പാർക്കുമോർ കുറിയേലൈസോൻ. ഘോഷത്തോടും മോദത്തോടും ആഗതനായി സ്ഥിതി ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ പാർക്കുമോർ കുറിയേലൈസോൻ. വത്സരദേവാ മണവാളൻ കാവലിയായി നമ്മളോടൊപ്പം അതികളായോ തൻ
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവരും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവരുമായ ദൈവമേ, നിന്നോട് ഞങ്ങളെ യാചിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഈ കർത്തൃ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുമനസ്സ് സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലാക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ എന്തുകൊണ്ടാൽ അവിടുത്തെ ശക്തിയുമാകുന്നു എന്നേക്കും നിനക്കുള്ളതാകുന്നു. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും നിമിത്തം ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവരും ഞങ്ങൾക്ക് നീ പരിഹാരമായിരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധമായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണം. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. അനങ്ങപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങളും കൈകൊള്ളുന്നതിന് മുമ്പിൽ വീണ്ടും കാരുണ്യമുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. നമ്മുടെ കർത്താവും നമ്മുടെ ദൈവമായ യഹോവേ, നിന്റെ മുമ്പിൽ ഞങ്ങൾ തലകുനിക്കുന്നു. നിന്റെ ഏകജാതന്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷ നിൽക്കുന്നു നിന്റെ ജനത്തെ നിന്റെ ഇടവകയിലെ ആടുകളെ നിന്റെ വലതു കൈ നീട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും സാരാംശത്തിലൊന്നും കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും മാത്രമായി കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ തന്റെ വീര്യശാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെ പൂർണ്ണമാകുന്ന ജീവനുള്ള പരിശുദ്ധ റൂഹായ നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഒരുമിച്ച
സ്തുതിയോടു രാജമകൾ ലോയാതിൻ വലഭാഗി രാജഭാമിനിയോ സ്വീകരണം നേടി പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബനോൻ കാരികിൽ നേടുക പുണ്യം നമ്മൾക്കാ
സത്യമതോ വിശ്വാസത്താൽ ഹല്ലേലൂയ. ശ്രീബയാൽ വീണ്ടൊരു സുതനെ യോജിതയായി കീർത്തിക്കുക നാം. രക്ഷകധന്യൻ സ്തോത്രം തേ നിൻ കൃപങ്ങളിലാകണമേ ഹല്ലേലൂയ. ശുദ്ധൻ 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 നീ ഉന്നതനെ സംഭ്രമകരനെ ജനനെ സിദ്ധൻ മാർഗദത്തൻ ഓർമ്മയെ ബഹുമാനെ അട്ടസിച്ച പറയണം. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവരുമായ ദൈവം പാപപരിഹാരം നൽകുന്നതിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിന് പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ തിരുശ്രദ്ധകൾ അനുഭവിക്കുവാൻ കാത്തു നിൽക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. വലിയവരുടെ രക്ഷകരമായ യേശുമിശിഹായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. കൃപ ചെയ്യണമേ തരമരുളി കൃപ ചെയ്യണമേ നിനക്കു സ്തുതി കൃപ ഞങ്ങളിലുണ്ടാകട്ടെ ഹല്ലേലൂയ. ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രക്ഷിതാവായ നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാലം ചെയ്ത പുണ്യമുണ്ടാവുന്ന നിന്റെ രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്ക് പ്രതികാരത്തിനും കാരണമായി എന്നാലും ഞങ്ങളെല്ലാവരും ജീവന രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തി സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കണമേ. ഈ ആത്മീയ മേശയിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹാശു വബകുലസ്വാൻ ലവൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ.
മുമ്പാകെ നാം തലകുനിക്കണം. നമ്മുടെ കർത്താവും നമ്മുടെ ദൈവമായ യഹോവേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപ്പമായ മിശിഹ, കെടാത്ത നരകത്തിൽ നിന്ന് ചാകാത്ത പുഴയിൽ നിന്ന് ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകൂല സ്വാൻ ലവൽമേ. കരളാലിവേറി ഡുംതാദാ നിരുപാമ കരുണാ സാഗരമേ, ദിനവേദിലങ്ങേ കർപ്പിച്ചോ രീതിരുബലിയെ കൈക്കൊള്ളുക, രീതിരുബലിയെ കൈക്കൊള്ളുക. നേർച്ചദശാംശം ഋഷീസ എന്നീവയിൽ തീരുവുളമാക. ആൺപെൺ മക്കളെ സംരക്ഷി ചാർദ്രത തോന്നേണമേ മൃതരിൽ, ആർദ്രത തോന്നേണമേ മൃതരിൽ. വാഴ്ത്തുക ഞങ്ങളെ ദേവേശ, കാത്തരുളുക മാതാവേ. കർത്താവേ തുണയായവനെ കാണിക്കണമേ ജീവവഴി, കാണിക്കണമേ ജീവവഴി. കാഴ്ചയിത് കർത്താവേ തിരുവുള്ളം തുഷ്ടിപ്പേട്ട് നല്ല മരിച്ചോ പുണ്യപേട്ട് സഹോദരങ്ങളെ, കർത്താവിന്റെ പാപുരിയിൽ നിന്ന് വെളിപ്പെടുത്തികൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണോടും അനുഗ്രഹങ്ങളോടും കൂടി പരിശുദ്ധവും അവനെയുമായ തൃത്വത്തിന്റെ കൃപകൾക്കും കരുണകൾക്കുമായി നിങ്ങളെ ഞാൻ സമർപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുകയും ഉരസലോടുകൂടെ സമീപസ്ഥരും ജീവനോടുകൂടെ മരിച്ചുവരും കർത്താവിന്റെ വിജയകരമായ സ്ലീഹായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദിസയുടെ റൂഷ്മായ മുദ്രകുത്തപ്പെട്ടവരുമേ തൃത്വം നിങ്ങളുടെ കടകളെ പരിഹരിക്കും, തെറ്റുകളെ ക്ഷമിക്കും, മരിച്ചവരുടെ ആത്മാർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ബലഹീനനും ഭാവിമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും കൃപയും സമാധാനം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങളോ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലേ പോകുകയും എന്നാളുള്ള പ്രാർത്ഥന ഞങ്ങളെ ഓർക്കുകയും ചെയ്യുവേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാർ ആകട്ടെ. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനുമുള്ള പ്രാർത്ഥന. ദൈവമായ കർത്താവേ, ദൈവമായ കർത്താവേ, പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പുണ്യപ്രദമായ നിന്റെ രക്തം പാനം ചെയ്യുവാനും പുണ്യപ്രദമായ നിന്റെ രക്തപാനം ചെയ്യാനും എന്നെ യോഗ്യനാക്കണമേ. എന്റെ കർത്താവ് എന്നേക്കും എന്റെ ദൈവമേ, എന്റെ കർത്താവ് എന്നേക്കും എന്റെ ദൈവമേ, പരിഹാരത്തിനും കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും നീ മൂലം ഞാൻ യോഗ്യനായി തീരണമേ. ആമേൻ. തന്നുടെ സഭയെ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളാലേ. വിണ്ണിൻ നായകനാം തൻ നാദരഹസ്യം ഉടയോനരുൾ ചെയ്തു
ഞങ്ങൾ ചേർന്നു വസിക്കും ഞാൻ എന്നെ വിശ്വാസ ശുദ്ധിയോടെ കൈകൊണ്ട് കൽപ്പന പാലിച്ച അവരൻ സ്നേഹിതരാ അവരൻ സ്നേഹിതരാ നിന്റെ ഭയങ്കരമായ സിംഹാസനം മുമ്പാകെയുള്ള ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെ ജനസംഘടന മെക്സിക്കോയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള മരുഭൂമിയാണ് മൊളാവ് എന്ന് പറയുന്ന ഒരു മരുഭൂമി. മെക്സിക്കോയിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ഒരു സമയത്ത് രാജ്യത്ത് വലിയ പണമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എല്ലാ പട്ടാളക്കാരോടും അവരുടെ ഭാര്യമാരെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചോളാൻ പറഞ്ഞു. ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പട്ടാളക്കാർ ഈ ക്യാമ്പിൽ താമസിക്കുമ്പോൾ അവരുടെ മറ്റു കാര്യങ്ങൾക്ക് മറ്റ് സ്റ്റാഫിനെ വെക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ്. അവര് ഭക്ഷണം വെച്ചു കൊടുത്തുകൊള്ളും, യുദ്ധത്തിൽ പരിക്കേറ്റ പട്ടാളക്കാരെ ഭാര്യമാര് തന്നെ പരിചയിച്ചു കൊള്ളും, ഇവരിടയ്ക്ക് നാട്ടിലേക്ക് കാണാൻ പോകണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കില്ല. ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഭാര്യമാരോട് പട്ടാളക്കാരുടെ ഒപ്പം വന്ന് താമസിച്ചുകൊള്ളുന്നത്. ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് അവിടെയുള്ള ജീവിതം വളരെ ദുസ്സഹമായിട്ട് അനുഭവപ്പെട്ടു. ജീവിതം വളരെ മോശമായി തോന്നിയതുകൊണ്ട് ആ സ്ത്രീ അവളുടെ പിതാവിന് ഒരു കത്ത് അയച്ചു. ആ കത്തില് അവിടെയുള്ള പ്രശ്നങ്ങൾ മൊത്തം വിവരിച്ചു. ഇവിടെ എപ്പോഴും യുദ്ധത്തിന്റെ ബഹളവും വെടിയൊച്ചകളുടെ ശബ്ദവുമാണ്. നമുക്ക് ആവശ്യമുള്ളതും നമുക്ക് ഇഷ്ടമുള്ളതുമായ ആഹാരം പാചകം ചെയ്യാനുള്ള പറ്റില്ല. ഇതിന്റെ അടുത്തുകൂടിയാണ് ഒരു മലിനജലം പോകുന്നത് എന്ന് തുടങ്ങി ഒരുപാട് പരാതികൾ അയച്ചിട്ട് ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്നും മതിയായി, അപ്പൻ എത്രയും പെട്ടെന്ന് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകണം എന്ന് പറഞ്ഞു. നമ്മൾ സമാന രീതിയിലൂടെ ജീവിക്കുന്നവരാണ്. നമ്മൾ ജോലി ചെയ്യുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന, നമ്മൾ ആയിരിക്കുന്ന സ്ഥലം നമുക്ക് ഇഷ്ടപ്പെടാതാകുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് പരാതികൾ പലപ്പോഴും വീട്ടുകാരോടും പ്രിയപ്പെട്ടവരോടും ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് കിട്ടിയതിന് ശേഷം തന്റെ പിതാവ് എന്താണ് വരുന്നത് എന്ന് അറിയുന്നതിന്റെ കത്തിന് വേണ്ടി അവൾ കാത്തിരുന്നു. ആ കത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരുന്നുണ്ട്. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കാരാഗ്രഹത്തിന്റെ ഇരുട്ടറയിൽ ഇരുന്നുകൊണ്ട് രണ്ട് മനുഷ്യർ പുറത്തേക്ക് നോക്കി. ഇരുട്ടിൽ ജയിലിന്റെ അകത്തിരുന്നുകൊണ്ട് രണ്ട് മനുഷ്യർ പുറത്തേക്ക് നോക്കി. ഒരാൾ വെളിയിലെ ചെളിക്കൂട്ട് കണ്ടു, മറ്റൊരാൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ടു എന്നെഴുതി. മറ്റൊന്നും തന്നെ ആ കത്തിൽ അവശേഷിപ്പിച്ചിരുന്നു. രണ്ടുപേരെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരാൾ ഭൂമിയിൽ നിന്ന് കാണാവുന്നതിൽ ഏറ്റവും മോശമായതിനെ കണ്ടു, മറ്റൊരാൾ ഭൂമിയിൽ നിന്ന് കാണാവുന്നതിൽ ഏറ്റവും നല്ലതിനെ കണ്ടു. ആ സ്ത്രീ തിരിഞ്ഞു ചിന്തിക്കാൻ തുടങ്ങി, എത്രയും വലിയ അനുഗ്രഹമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ഭർത്താക്കന്മാരില്ലാത്ത ഒരുപാട് സ്ത്രീകൾ ജീവിക്കുന്ന ഒരു ലോകത്തിൽ എനിക്കൊരു ഭർത്താവുണ്ട്, അദ്ദേഹത്തിന്റെ വേദനയുടെ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിലെ നന്മകളെ കണ്ടുകൊണ്ട് ആ സ്ത്രീ തുടർന്ന് അവിടെ സന്തോഷത്തോടെ ജീവിച്ചു. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ജോലിക്ക്, നമ്മൾ നടക്കുന്ന സ്ഥലത്തിന്, നമ്മുടെ വീടിന് നമ്മൾ നോക്കുമ്പോൾ തീരെ ഭംഗിയില്ല. എന്നാൽ മറ്റൊരാളുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അതിമനോഹരമായിട്ടിരിക്കും. തന്റെ ജീവിതത്തെയും തന്റെ വഴിയെയും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് തന്റെ വഴിയിലെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച ഒരു മനുഷ്യന്റെ ഓർമ്മയാണ് ഇന്ന് കൊണ്ടാടുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും ധൈര്യമുള്ള 3 ആളുകളെ നമ്മൾ എടുത്താൽ ആ 3 പേരിൽ ഒരാളായിരുന്നു യോഹന്നാൻ സ്നാപകൻ. വലിയ ധൈര്യമുള്ള ഒരാളായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വേദപുസ്തകത്തിൽ ഒരു പ്രസംഗമേ മനുഷ്യനോട് പറയാനുള്ളൂ, ഒരൊറ്റ പ്രസംഗമേ ഉള്ളൂ. അതിങ്ങനെയാണ്: മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം സമീപിച്ചു.
ഈ ഒരൊറ്റ വരിയാണ് എല്ലാ പ്രസംഗങ്ങളും അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞാലും, വാർദ്ധക്യത്തെക്കുറിച്ച് പറഞ്ഞാലും, യൗവനത്തെക്കുറിച്ച് പറഞ്ഞാലും, എന്തിനെക്കുറിച്ച് പ്രസംഗിച്ചാലും എല്ലാ പ്രസംഗങ്ങളും നിൽക്കുന്നത് ഈ ഒറ്റ വരിയിലാണ്: മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം സമീപിച്ചു. അങ്ങനെയുള്ള ഒരു പ്രസംഗത്തിനെ താൻ ധൈര്യത്തോടുകൂടി പ്രസംഗിച്ചൊരു മനുഷ്യനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകനെ കൊല്ലാൻ വേണ്ടി ക്രിസ്തുവിനെ കൊല്ലാൻ ഉത്തരവിട്ട അതേ രാജാവ് ഉത്തരവിടുമ്പോൾ അയാൾ പേടിച്ച് പിൻവാങ്ങുന്നതായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അയാൾ പേടിച്ച് പിൻവാങ്ങിയതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള മനുഷ്യനെന്ന് കണ്ട് ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പൊ യോഹന്നാന്റെ സൈന്യം കണ്ടിട്ടോ അവന്റെ കുടുംബ മഹിമ കണ്ടിട്ടോ അവൻ വന്ന സ്ഥലം കണ്ടിട്ടോ അല്ല, അവന്റെ നീതിയും വിശുദ്ധിയും കണ്ടുകൊണ്ട് ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. സ്വന്തം നീതി കൊണ്ടും സ്വന്തം വിശുദ്ധി കൊണ്ടും ഒരു സൈന്യത്തെ ഉളവാക്കിയ മനുഷ്യനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കാൻ യേശു ക്രിസ്തുവിന് മുമ്പേ വരുന്നത് യോഹന്നാൻ സ്നാപകനാണ്. എലിസബത്തിന്റെ പുത്രനായി യോഹന്നാൻ സ്നാപകൻ ജനിച്ച് ഒരു 2 വയസ്സിന് താഴെ തന്നെയാണ് യോഹന്നാന്റെ പിതാവ് കൊല്ലപ്പെടുന്നത്. ഈ 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നു കൊടുക്കാൻ പറയുമ്പോൾ അതിൽ പെടുന്ന ഒരാളാണ് യോഹന്നാൻ സ്നാപകൻ. ഒരു 6 മാസത്തെ വ്യത്യാസം ഈ ക്രിസ്തുവായിട്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ യോഹന്നാൻ സ്നാപകനെ കൊല്ലാൻ വേണ്ടി ഭടന്മാർ വരുമ്പോൾ അതിനു മുൻപ് സെക്കരിയാവും എലിസബത്തും ഇരുന്നുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, നമുക്ക് വാർദ്ധക്യത്തിലുണ്ടായ കുഞ്ഞാണ്, ഇവനെ കൊല്ലാൻ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് ആ കുഞ്ഞിനെ കൊണ്ട് കാട്ടിലേക്ക് പോകുന്നുണ്ട്. സെക്കരിയാവിന്റെ അടുക്കൽ വരുമ്പോൾ അവർ ചോദിക്കും, നിനക്കൊരു മകൻ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ, അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് പറയാതിരിക്കുമ്പോൾ യോഹന്നാന്റെ പിതാവായിരുന്ന സെക്കരിയ പുരോഹിതനെ അവിടെ ഇട്ട് കൊന്നുകളഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം അപ്പന്റെ രക്തത്തിൽ ചവിട്ടി വളരേണ്ടി വരുന്ന മകനാണ് യോഹന്നാൻ സ്നാപകൻ. കാട്ടിൽ വളരുന്നവനാണ്, ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്നവനാണ്, ധൈര്യമായി ലോകത്തിനോട് പ്രസംഗിച്ചവനാണ്. മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ധൈര്യങ്ങൾ വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ട്. ശാരീരികമായി പലരും ധൈര്യമുള്ളവരാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആത്മീയമായും ഭൗതികമായും നമുക്ക് ധൈര്യം അമ്പേ കുറഞ്ഞിരിക്കും. സത്യം ഏതാണ് എന്ന് അറിഞ്ഞിട്ടും സത്യത്തിന്റെ ഒപ്പം നിൽക്കാതെ ഭൂരിപക്ഷത്തിന്റെ ഒപ്പം നിൽക്കുക എന്നൊരു പ്രവണത ഈ കാലഘട്ടങ്ങളിൽ കൂടി വരുന്നുണ്ട്. അതല്ലെങ്കിൽ 2 പക്ഷവും പിടിക്കാതെ ന്യൂട്രലായി നിൽക്കുന്ന ഒരു രീതിയൊക്കെ കടന്നു വരുമ്പോഴാണ് ആരെയും ഭയപ്പെടാതെ സത്യം വിളിച്ചു പറഞ്ഞ വ്രതശുദ്ധിയുള്ള ഒരു മനുഷ്യനായിട്ട് യോഹന്നാൻ സ്നാപകൻ കടന്നുപോയി. അയാൾ കടന്നുപോയ വഴികൾ എതിരെയായിരുന്നു, അതിലൂടെ തന്നെ ക്രിസ്തുവും പിന്തുടരുന്നു എന്ന് കാണുമ്പോൾ അതേ യോഹന്നാന്റെ ഓർമ്മയെ സഭ ഈ ദിവസങ്ങളിൽ ഓർക്കുമ്പോൾ നമുക്കും അദ്ദേഹത്തിന്റെ മധ്യസ്ഥത കോട്ടയായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ സഭ കൊണ്ടാടുന്ന ഓർമ്മകളിൽ ഒന്ന് പരിശുദ്ധനായ സ്തേഫാനോസ് സാദയുടെ ഓർമ്മയാണ്. ആരാണ് സ്തേഫാനോസ് സാദ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. 12 ശിഷ്യന്മാർ ക്രിസ്തുവിന്റെ മരണത്തിന് ഉയർപ്പിന് ശേഷം ചിതറിപ്പോയി. പിന്നീട് മറിയം വന്ന് അവരെ വീണ്ടും ഒരുക്കി മുൻപോട്ട് പോകുവാൻ ആരംഭിച്ചു. അങ്ങനെ മുൻപോട്ട് പോയി അവരുടെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു വിഭാഗത്തിനെ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ വന്നപ്പോഴാണ് 7 പേരെ അവർ അവിടെ നിന്ന് തിരഞ്ഞെടുക്കുന്നുണ്ട്. ഈ 7 പേരെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ കൃപയും നീതിയും വിശുദ്ധിയുമുള്ളവരെ കണ്ടുകൊണ്ടാണ്. ആ 7 പേരെ തിരഞ്ഞെടുത്തവരിൽ ആ 7 പേരിൽ പ്രധാനപ്പെട്ട ആളുടെ പേരാണ് സ്തേഫാനോസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു 20 വയസ്സിൽ താഴെയൊക്കെ ആയിരുന്നു സ്തേഫാനോസ് അതിലേക്ക് പ്രായം ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹത്തിനെ കല്ലെറിഞ്ഞാണ് കൊല്ലുന്നത്. സ്തേഫാനോസ് അതിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഇവരുടെ പാപങ്ങൾ ഇവരുടെ മേൽ വെക്കരുത്. ക്രിസ്തു എങ്ങനെയാണോ ക്രൂശിൽ പ്രാർത്ഥിച്ചത് അതേ പ്രാർത്ഥനയെ പിന്തുടർന്ന ആളാണ് സ്തേഫാനോസ്. പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു മധ്യസ്ഥനാണ് അദ്ദേഹം. ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെയും പ്രാർത്ഥിക്കുകയും വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു സ്തേഫാനോസ് സാദയുടെ. അദ്ദേഹത്തിന്റെ മധ്യസ്ഥത നമുക്ക് എല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവാലയത്തിന്റെ പ്രധാനപ്പെട്ട പെരുന്നാൾ, പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ കൂദാശ വാർഷിക പെരുന്നാൾ. ആ കൂദാശ വാർഷികം ജനുവരി 26-ാം തീയതി ഞായറാഴ്ചയാണ് ആദ്യത്തെ കൂദാശ വാർഷികം നമ്മൾ കൊണ്ടാടുന്നത്. ആ ദിവസം തന്നെയാണ് നമ്മുടെ കാവൽ പിതാവായ സ്തേഫാനോസ് സാദയുടെ ഓർമ്മയും കൊണ്ടാടുന്നത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വിശദ വിവരങ്ങൾ അടങ്ങിയ നോട്ടീസ് നിങ്ങൾക്ക് ലഭിക്കും. 25-ാം തീയതി വൈകുന്നേരം നമ്മുടെ ദേവാലയത്തിൽ 6:30 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയുണ്ട്. തുടർന്ന് 26-ാം തീയതി മന്ത്രി കൗമാർ അമ്പാച്ചന്റെ മുഖ്യ ആലയത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും നേർച്ച കാഴ്ചകളോടുകൂടെ വന്ന് ആ കൂദാശ പെരുന്നാളിൽ പങ്കെടുത്തുകൊള്ളണമെന്ന് സ്നേഹത്തോടു കൂടി ഈ സമയത്ത്
ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയറുകൾ എടുക്കുവാനും അതുപോലെ തന്നെ സ്പോൺസർ ചെയ്യുവാനും ഒക്കെയുമുള്ള സാധ്യതകളുണ്ട് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇതൊരു കൊച്ചു ദേവാലയമാണ്, എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇന്ന് നമ്മളുടെ സൺഡേ സ്കൂൾ റീ ഓപ്പണിംഗ് ഡേ ആണ് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ യൂത്ത് അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉണ്ടായിരുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി മീറ്റിംഗ്, ഒരു ക്വിക്കായിട്ടുള്ള ഒരു മാനേജ്മെന്റ് കമ്മിറ്റി മീറ്റിംഗും ഇന്ന് ഉണ്ടായിരുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഒരു സ്പെഷ്യൽ AGM ഇന്ന് വിശുദ്ധ കുർബാനാനന്തരം ഉണ്ടായിരുന്നതാണ് എന്നുള്ള കാര്യവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും അതിൽ പങ്കെടുത്തതിന് ശേഷമേ പോകാവൂ എന്നുള്ളതും സ്നേഹത്തോടുകൂടെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഇന്ന് കണ്ടതാണ്. ഇന്ന് വിശുദ്ധ മദ്ബഹായ ശുശ്രൂഷയ്ക്ക് വേണ്ടി 3 കുഞ്ഞുങ്ങളെ കയറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർത്തുകൊള്ളണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീജേഷനും നദാനിയലും ആൽബിനും ദൈവം എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ആ കുടുംബത്തെ കൂടി ഓർത്തുകൊള്ളണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഈ മദ്ബഹായിലേക്ക് ശുശ്രൂഷയ്ക്ക് കയറുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ വലിയ വഴിത്തിരിവുകളാണ്. ഞാനൊന്നും ഒരിക്കലും അച്ഛനാവാൻ വേണ്ടി ആഗ്രഹിച്ചത് വന്ന ആളൊന്നുമല്ല. പക്ഷേ ഒരു ദുഃഖ വെള്ളിയാഴ്ച പുറത്തുകൂടെ നടക്കുന്നത് വല്യാമ്മയുടെ കണ്ണിൽപ്പെട്ടു. വല്യാമ്മയുടെ കണ്ണിൽപ്പെട്ട് വല്യാമ്മ അപ്പനെ വിളിച്ച് ചീത്ത പറഞ്ഞു. അത് വലിയ പ്രശ്നമായിരുന്നു. ദുഃഖ വെള്ളിയാഴ്ച അവൻ പുറത്ത് വർത്താനം പറഞ്ഞ് കളിച്ച് നടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമായി. അപ്പൊ പിന്നെ ചെറിയ പ്രായമല്ലേ, അപ്പനമ്മയൊക്കെ വിചാരിച്ചു ഒന്ന് നന്നാക്കി കളയാം എന്ന് വിചാരിച്ച് പകുതി ഉത്തരവാദിത്തം അച്ഛനും കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മദ്ബഹായിൽ കയറ്റാൻ വേണ്ടി. ചില സ്ഥലങ്ങളിലൊക്കെ ഈ മദ്ബഹായ ശുശ്രൂഷയ്ക്ക് പിള്ളേരെ കയറ്റാന്ന് പറഞ്ഞാൽ പകുതി ഉത്തരവാദിത്തം അച്ഛന്, അപ്പോൾ അത് നന്നായില്ലെങ്കിൽ പകുതി ഉത്തരവാദിത്തം അച്ഛനാണെന്നുള്ള രീതിയിൽ ചില സ്ഥലങ്ങളൊക്കെ അത് കാണാറുണ്ട്. അപ്പോൾ ഞാനിതിന് മുമ്പ് ഇരുന്ന ആളിൽ 12 വയസ്സ് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അതിന് മുമ്പ് ആരും വരരുത്, 12 വയസ്സായിട്ട് വരാവൂ എന്ന് പറഞ്ഞു. കാരണം മദ്ബഹായിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏകദേശം 38ഓളം ശുശ്രൂഷക്കാരുണ്ടായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ നമ്മളിങ്ങനെ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്നെ ശുശ്രൂഷയ്ക്ക് കയറ്റി. അത് കഴിഞ്ഞ് ഞാൻ 17ാമത്തെ വയസ്സിൽ അച്ഛനാവാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലൊക്കെ വലിയ ഞെട്ടലായി. പ്രത്യേകിച്ച് പഴയ പ്രമാണിത്വമൊക്കെ അവകാശപ്പെടുന്ന എൻ്റെ കുടുംബത്തിലൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വഴിതെറ്റി പോകുന്നു എന്ന ചിന്തയായിരുന്നു അവർക്കൊക്കെ. എന്തിനു വേണ്ടിയാണ് ജീവിതം ഇങ്ങനെ കളയുന്നത്, എന്തിനു വേണ്ടിയാണ് പോകുന്നത്, പഠിച്ച് നല്ല നിലയിലൊക്കെ എത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ പോയി. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, 17 വയസ്സിൽ ഒരു 12 വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കില്ല, അനിയനോട് സമയമാകുമ്പോൾ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നന്നാവാൻ വേണ്ടിയിട്ടാണ് ശുശ്രൂഷയ്ക്ക് കയറ്റിയത്, പക്ഷെ ഒരുപാട് നന്നാവണ്ട, കുറച്ച് നന്നാവണ്ട ആ സമയത്ത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാം ജീവിതത്തിന്റെ വഴിത്തിരിവുകളാണ്. എല്ലാം നന്നായി നന്മയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് കയറിയവരെയും സമർപ്പിച്ച കുടുംബത്തെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് നമ്മൾ ക്രിസ്മസിന്റെ ഒരു ഫോട്ടോ കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. അതിന്റെ വിന്നറായിരിക്കുന്നത് പ്രിയപ്പെട്ട സിജോ ആൻഡ് ഫാമിലിയാണ്. അവർക്ക് ഈ സമയത്ത് യൂത്ത് അസോസിയേഷന്റെ വകയുള്ള ഒരു ഉപഹാരം കൈമാറുന്നതാണ്. കുടുംബമായിട്ട് മുൻപോട്ട് കടന്നുകൊണ്ട് അവർക്കത് സ്വീകരിക്കാവുന്നതാണ്. എഴുന്നേറ്റ് നമുക്ക് വാങ്ങിപ്പോയവരോട് പോലെ ഭക്തന്മാരും ദൈവം കൃപ ചെയ്യോ. ജീവൻ
ഏറ്റു പാലിക്കുമോ എന്റെ ശരീരം